ഒരു ജീനിയസായ ഹൈസ്കൂൾ സ്റ്റുഡന്റ് തന്റെ വൈകല്യമുള്ള സഹോദരിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒടുവിൽ അവളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഈ ലോകം മുഴുവൻ കീഴടക്കുന്നതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ വീഡിയോയിൽ എക്കാലത്തെയും മികച്ച ആനിമകളിൽ ഒന്നായ കോഡ് ഗിയാസിന്റെ മുഴുവൻ കഥയുമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. കോഡ് ഗിയാസ് നടക്കുന്നത് ജപ്പാനിലാണ്. പക്ഷേ നമ്മൾക്കറിയാവുന്ന ജപ്പാൻ അല്ല ഇത്. ഈ വേൾഡിൽ ജപ്പാനെ ബ്രിട്ടാനിയൻ എംപയർ കീഴടക്കിയിരിക്കുകയാണ്. ഈ സാമ്രാജ്യം ജാപ്പനീസ് ജനതയുടെ മാതൃഭൂമിയും അവരുടെ അവകാശങ്ങളും എന്തിനേറെ അവരുടെ പേര് പോലും ഇല്ലാതാക്കി. ജപ്പാന്റെ പേര് ഏരിയ 11 എന്ന് മാറ്റുകയും എല്ലാ ജാപ്പനീസ് ജനങ്ങളെയും ഇലവൻസ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇലവൻസിനോട് വലിയ രീതിയിലുള്ള വിവേചനമാണ് കാണിക്കുന്നത്. അവരെ താഴ്ന്നവരും ഒന്നിനും കൊള്ളാത്തവരുമായാണ് ഇപ്പോൾ കാണുന്നത്. ബ്രിട്ടാനിയൻ നോബിൾസ് ജപ്പാന്റെ നല്ല ഭാഗങ്ങളിലേക്ക് താമസം മാറിയപ്പോൾ ഇലവൻസ് ഗെറ്റോസ് അഥവാ ചേരികളിൽ ജീവിക്കാൻ നിർബന്ധിതരായി. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ ജാപ്പനീസ് ജനത ഈ സാഹചര്യത്തിൽ വളരെ ദേഷ്യത്തിലാണ്. ഇലവൻസും ബ്രിട്ടാനിയൻസും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില ധൈര്യശാലികളായ ആളുകൾ ഈ ദേഷ്യത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. തങ്ങളുടെ മാതൃഭൂമിയും സ്വത്വവും തിരിച്ചുപിടിക്കാൻ പോരാടുന്ന ജാപ്പനീസ് ജനതയുടെ പല റെസിസ്റ്റൻസ് ഗ്രൂപ്പ്സും രാജ്യത്തുടനീളം രൂപപ്പെട്ടു കഴിഞ്ഞു. കഥ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ എത്തിപ്പെടുന്നത് ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ്. ജപ്പാൻ കീഴടക്കി 8 വർഷങ്ങൾക്ക് ശേഷം കോഡ് ഗിയാസിന്റെ തുടക്കത്തിൽ ഏരിയ 11 ഭരിക്കുന്നത് രാജകുടുംബത്തിലെ 3ാമത്തെ രാജകുമാരനായ പ്രിൻസ് ക്ലോവിസ് ആണ്. പക്ഷേ അത് അധികകാലം നീണ്ടു നിൽക്കില്ല. എപ്പിസോഡ് 1 ദ ഡേ എ ന്യൂ ഡീമൺ വാസ് ബോൺ തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. ലെലൂച്ച് ലാംപറൂജും അവന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനായ സുസാക്കു കുറുറുഗിയും ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് ബ്രിട്ടാനിയൻ എംപയർ ജപ്പാൻ കീഴടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലെലൂച്ച് ഇപ്പോൾ ഏരിയ 11 എന്നറിയപ്പെടുന്ന ജപ്പാനിൽ ഒരു ബ്രിട്ടാനിയനായി ജീവിക്കുകയാണ്. അവൻ ഈ സാമ്രാജ്യത്തിന്റെ ഒരു വലിയ ആരാധകനൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അവൻ ഇതിനെ പൂർണ്ണമായും നശിപ്പിക്കണം. അതിനായി അവനൊരു അവസരം ലഭിക്കുകയാണ്. ഷിൻജുക്കുവിൽ അപകടത്തിൽപ്പെട്ട ഒരു ട്രക്ക് പരിശോധിക്കാൻ പോയ ലെലൂച്ച് അബദ്ധത്തിൽ അതിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നു. റെബൽസ് മോഷ്ടിച്ച ഒരു ബ്രിട്ടാനിയൻ ട്രക്കായിരുന്നു അത്. അതിനുള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത്? കെമിക്കൽ വെപ്പൺസ്, അതായത് പോയിസൺ ഗ്യാസ്. ഇത് വിഷമാണോ? എന്തായാലും ബ്രിട്ടാനിയൻകൾക്ക് അത് തിരിച്ചു വേണമായിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ അയച്ചു. നൈറ്റ്മെയർ ഫ്രെയിംസ് എന്നറിയപ്പെടുന്ന ആജൈൽ മെക്സ്. ജപ്പാൻ കീഴടക്കാൻ ബ്രിട്ടാനിയയെ സഹായിച്ചതിൽ ഈ മെക്സുകൾക്ക് വലിയ പങ്കുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഭീമൻ മെക്സുകളും ജപ്പാനിലെ റെബൽസുകളും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് നടുവിൽ ലെലൂച്ച് അകപ്പെടുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ലെലൂച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിലും സമയം വൈകിപ്പോയിരുന്നു. ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഒരു ബ്രിട്ടാനിയൻ സോൾജർ അവനെ ആക്രമിക്കുന്നു. എന്നാൽ അത് മറ്റാരുമല്ല, അവന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനായ സുസാക്കു ആയിരുന്നു. എന്തൊരു അത്ഭുതകരമായ യാദൃശ്ചികത! അവരുടെ ആ കൂടിക്കാഴ്ച പെട്ടെന്ന് തന്നെ അവസാനിച്ചു. കാരണം ആ പോയിസൺ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ കണ്ടെയ്നർ തുറക്കുകയും അതിൽ നിന്ന് സ്ട്രെയിറ്റ് ജാക്കറ്റ് ധരിച്ച പച്ചമുടിയുള്ള ഒരു പെൺകുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും വിശദീകരിക്കാൻ സമയമില്ലായിരുന്നു. സുസാക്കുവിന് സഹായത്തിനായി ആൾക്കാരെത്തുകയും ലെലൂച്ചിനെ കൊല്ലാൻ അവർ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയുടെ ഭാഗ്യത്തിന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള സുസാക്കുവിന്റെ കഴിവ് വളരെ ശക്തമായിരുന്നു. നിരപരാധിയായ ഒരാളെ കൊല്ലാൻ അവൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള ഓർഡറുകൾ അനുസരിക്കാൻ അവൻ വിസമ്മതിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പിന്നീട് കാര്യങ്ങൾ സംഭവിച്ചത്. ആ പച്ചമുടിക്കാരി പെൺകുട്ടിയെയും കൂട്ടി ലെലൂച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല. ബ്രിട്ടാനിയൻ സൈനികർ വേഗത്തിൽ അവരെ പിന്തുടർന്ന് പിടികൂടുകയും അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ നിഗൂഢയായ പെൺകുട്ടി ലെലൂച്ചിന് മുന്നിലേക്ക് ചാടി വീണ് അവന്റെ ജീവൻ രക്ഷിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് ലെലൂച്ച് കരുതിയ ആ നിമിഷം ആ പെൺകുട്ടി കൈ നീട്ടി അവന്റെ കൈകളിൽ പിടിക്കുന്നു. പിന്നീട് കാര്യങ്ങൾ വളരെ വിചിത്രമായി മാറുന്നു. ആ പെൺകുട്ടി ലെലൂച്ചിന്റെ മനസ്സിലൂടെ അവനോട് സംസാരിക്കുന്നതായി തോന്നുന്നു. അവൾ അവനൊരു ഓഫർ നൽകുന്നു. അവളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്താൽ അവൾ അവന് വലിയൊരു ശക്തി നൽകാമെന്ന് പറയുന്നു. ശരി, അപ്പോൾ ലെലൂച്ചിന് ഇവിടെ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനത് സമ്മതിക്കുന്നു. ആ പെൺകുട്ടി ലെലൂച്ചിന് ഗിയാസ് എന്ന ശക്തി നൽകുന്നു. ഇതെന്താണ് ചെയ്യുന്നതെന്നറിയാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ലെലൂച്ച് ഒട്ടും സമയം കളയുന്നില്ല. അവൻ ആ സൈനികരോട് മരിക്കാൻ ഉത്തരവിടുന്നു. അവർ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ തോക്കുകൾ സ്വന്തം തലയ്ക്ക് നേരെ ചൂണ്ടി പുഞ്ചിരിച്ചുകൊണ്ട് സ്വയം ജീവൻ ഒടുക്കുന്നു. അപ്പോൾ അത് വിചാരിച്ചതിലും നന്നായി തന്നെ നടന്നു. മറ്റുള്ളവരെ എന്ത് കാര്യവും അനുസരിപ്പിക്കാനുള്ള ശക്തിയാണ് ഗിയാസിലൂടെ ലെലൂച്ചിന് ലഭിക്കുന്നത്. കേവലം 2 സെക്കൻഡേക്ക് ലെലൂച്ച് ഇത് കണ്ട് ഞെട്ടിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ അവനൊരു കാര്യം തിരിച്ചറിയുന്നു. ബ്രിട്ടാനിയൻ എംപയറിനെ തകർക്കാൻ തനിക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ശക്തി തന്നെയാണിത്. ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഒട്ടും സാധ്യതയില്ല.